അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, പ്രിയ സദസ്യരെ, SSF സാഹിത്യോത്സവിൻ്റെ ഈ വർണ്ണാഭമായ വേദിയിൽ മാലിന്യമുക്ത കേരളം ആരാണ് മുൻകൈയെടുക്കേണ്ടത് എന്ന വിഷയത്തെക്കുറിച്ച് അല്പം ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം. നാഥൻ തുണക്കട്ടെ. ആമീൻ. പ്രിയരെ, ശുചിത്വം ഒരു വിശ്വാസിയെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. ശുചിത്വം ഈമാനിൻ്റെ പകുതിയാണെന്നുള്ള പ്രവാചകാധ്യാപനം നെഞ്ചിലേറ്റുന്നവനാണ് സത്യവിശ്വാസി. മണ്ണ്, ജലം, വായു, ശബ്ദം, പ്രകാശം തുടങ്ങി ഭൂപരിസ്ഥിതിയിലെ എല്ലാ ഘടകങ്ങളും വിഷലിപ്തമാക്കുന്ന മലിനീകരണം, കാലാവസ്ഥയിലും ജൈവമണ്ഡലത്തിൻ്റെ സ്വാഭാവികതയിലും വ്യതിയാനങ്ങൾ സൃഷ്ടിക്കുന്ന ഈ സമകാലീനാവസ്ഥയിൽ കവി പറയും പോലെ ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടവാസം സാധ്യമോ? മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും എന്ന വരികളിലെ അതേ ആശങ്ക തന്നെയാണ് എനിക്കും പങ്കുവെക്കാനുള്ളത്. ശാസ്ത്രത്തിൻ്റെ മുന്നോട്ടുള്ള കുതിപ്പിൽ, ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള വ്യഗ്രതയിൽ വ്യവസായവൽക്കരണത്തിൻ്റെയും നഗരവൽക്കരണത്തിൻ്റെയും ഉപഭോക്താക്കളായി മാറുന്ന നാം മലിനീകരണത്തോടുള്ള മനോഭാവം ഇതേപടി തുടരുന്നുവെങ്കിൽ പ്രകൃതി നൽകി വരുന്ന സുഖ സൗകര്യങ്ങളെക്കാൾ മികച്ചത് സ്വായത്തമാക്കണമെന്ന അത്യാർത്തിയിൽ പ്രകൃതിയെ തന്നെ മറന്നുകൊണ്ടുള്ള വികലമായ വികസനാശയത്തിന് ഉപോത്പന്നമായ മാലിന്യത്തിന് നേരെ മാനവരാശി ഇനിയും ഇന്ദ്രിയങ്ങൾ കൊട്ടി അടയ്ക്കുന്നുവെങ്കിൽ മനുഷ്യകുലത്തിന് എന്നല്ല ജൈവ സാന്നിധ്യത്തിന് പോലും ഇവിടെ വാസം സാധ്യമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. 2023 ന്യൂയോർക്ക് ടൈംസിൻ്റെ ലോകത്ത് കണ്ടിരിക്കേണ്ട 52 സ്ഥലങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുന്ന ഏക ഇന്ത്യൻ സംസ്ഥാനമായ നമ്മുടെ കൊച്ചു കേരളം ഒരു ദിവസം പുറംതള്ളുന്നത് ഏകദേശം 10,000 ടൺ മാലിന്യമാണ്. യാതൊരു സങ്കോചവുമില്ലാതെ സ്വന്തം മാലിന്യം മഞ്ഞിൻ്റെ പുരയിടത്തിലേക്കോ പൊതുസ്ഥലത്തേക്കോ വലിച്ചെറിഞ്ഞ് നാം നമ്മുടെ പവിത്രമായ മണ്ണ് ചവറ്റുപുലയാക്കുന്നു. നമ്മുടെ പൊതുകിണറുകളിൽ 82%, വീട്ടുകിണറുകളിൽ 72% കോളിഫോം ബാക്ടീരിയ കണ്ടെത്തിയെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മുടെ ദാഹനീര് പോലും എത്ര മലിനമാണ്. ഏറ്റവും വലിയ വിരോധാഭാസം എന്തെന്നാൽ മലിനീകരണം തിരിച്ചറിയാനും അതിനോട് പൊരുതാനും നാം ശ്രമിക്കേണ്ടതുണ്ട്. നാം ചെയ്യുന്ന ദുഷ്ചെയ്തികൾ തന്നെയാണ് നാം അനുഭവിക്കുന്നതും. അതാണല്ലോ വിശുദ്ധ ഖുർആനിലെ സൂറത്തുർ റൂമിലെ 41-ാം ആയത്ത്, വഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിൻ നാസ്. പരിസ്ഥിതിക്ക് പരിക്കേൽപ്പിക്കുന്നത് നാം തന്നെ, അതിൻ്റെ കെടുതി അനുഭവിക്കുന്നതും നാം തന്നെ. കരയിലും കടലിലും കുഴപ്പമുണ്ടാക്കുന്നത് മനുഷ്യരാണ്. പ്രിയരെ, മാലിന്യമുക്ത കേരളം ആരാണ് മുൻകൈയെടുക്കേണ്ടതെന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. സംസ്കരണത്തിനായി എത്ര നൂതന മാർഗങ്ങൾ ആവിഷ്കരിച്ചിട്ടും നിയമനിർമ്മാണങ്ങൾ നടത്തിയിട്ടും മാലിന്യങ്ങൾ ഉയരുക തന്നെയാണ്. നിശബ്ദ നിസ്സംഗതയല്ല, ശാശ്വത പരിഹാരമാണ് ആവശ്യം. നിർമ്മാർജ്ജനത്തിന് വേണ്ടി നെട്ടോട്ടമോടുന്നതിന് പകരം ഉൽപാദനം കുറയ്ക്കുകയും ഹരിത ചട്ടം നടപ്പിലാക്കുകയും ചെയ്യലാണ് അഭികാമ്യം. ഖരമാലിന്യ പരിപാലന പദ്ധതിയും അമൃത് പദ്ധതിയും ഹരിത കർമ്മസേനാ പ്രവർത്തനങ്ങളും തുടങ്ങി കേരളത്തെ സംബന്ധിച്ച് ആശാവഹമാണെങ്കിലും നമ്മുടെ ഭൂമി, നമ്മുടെ ഭാവി, നാമാണ് പുനഃസ്ഥാപനം നടത്തേണ്ടതെന്നുള്ള ബോധ്യം നമുക്കുണ്ടാവണം. നമ്മുടെ വീട് ശുചിയായി സൂക്ഷിക്കുന്നത് പോലെ തന്നെ നമ്മുടെ നാട് ശുചിയായി സൂക്ഷിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. ഒരു മാലിന്യമുക്ത കേരളം സൃഷ്ടിക്കണമെങ്കിൽ നാം ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ട്. പ്ലാസ്റ്റിക് ഉപയോഗങ്ങൾ കുറയ്ക്കുക, മാലിന്യങ്ങൾ കൃത്യമായി വേർതിരിച്ച് നിക്ഷേപിക്കുക,
കൂടുതൽ മരങ്ങൾ നട്ട് പരിസ്ഥിതിയെ സംരക്ഷിക്കുക, ഇവയെല്ലാം നമുക്ക് ചെയ്യാൻ ഉതകുന്ന കാര്യങ്ങളാണ്. നാം ഒന്നായി ശ്രമിച്ചാൽ മാലിന്യമുക്ത കേരളം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് സാധിക്കും. ശുചിയായ കേരളം ആരോഗ്യകരമായ കേരളവുമാണ്. ശുചിത്വമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ നമുക്ക് ഒന്നായി മുന്നേറാം. യഥാർത്ഥ സത്യവിശ്വാസികളാവാൻ ശ്രമിക്കാൻ നാഥൻ തുണക്കട്ടെ. വാഹിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.